Be positive in our guest. ഇന്നത്തെ നമ്മുടെ അതിഥി ഓർമ്മശക്തിക്ക് ഗിന്നസ് റെക്കോർഡ് സ്വന്തമായുള്ള ഒരു വ്യക്തിയാണ്. പ്രിജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പ്രിജേഷ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗിന്നസ് റെക്കോർഡ് ഓർമ്മശക്തിക്ക് ലഭിച്ച വ്യക്തിയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് വിശദമായിട്ട് പറയാമോ? എന്ത് കാര്യത്തിനാണ് എന്നുവെച്ചാൽ ഓർമ്മശക്തിയിൽ എന്ത് കാര്യം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് ലഭിച്ചത്? ആരുടെ റെക്കോർഡാണ് തകർത്തത്? ആ ഒരു അനുഭവം, ആ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തിയ ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത് ഏകദേശം +1 പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അതിനുവേണ്ടി ഏകദേശം 7 വർഷത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്ത് നിലവിലെ ഗിന്നസ് റെക്കോർഡ് എന്ന് പറഞ്ഞത് 200 വാക്കുകൾ. അപ്പോൾ ഒരു വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയ ശേഷം ഗിന്നസ് റെക്കോർഡിൻ്റെ ആൾക്കാർ ഏകദേശം 200ഓളം പേരുകൾ ഒരു പേപ്പറിൽ എഴുതി ഒറ്റത്തവണ വായിച്ചു കൊടുക്കുകയും ഉടൻ തന്നെ ഒരു തവണ അത് കേട്ട ഉടനെ അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും പറയുന്ന റെക്കോർഡായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ ആ ഒറ്റ റെക്കോർഡ് ഞാൻ മനസ്സിലാക്കുകയും പിന്നീട് അതിനുവേണ്ടി ഏകദേശം ഒരു 7 വർഷത്തോളം ഹാർഡ് വർക്ക് ചെയ്യുകയും ഞാനത് 470ഓളം, ഇപ്പം നിലവിലുള്ള 200 എന്നുള്ളത് 470ആയി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. എന്തൊക്കെ ഇപ്പോൾ 7 വർഷത്തോളം അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് 7 വർഷത്തോളം ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തികൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെ ആ ഒരു ശ്രമങ്ങളാണ് ഈ 7 വർഷം നടത്തിയത്? അതായത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരു പക്ഷിക്ക് ചിറകില്ലാത്ത അവസ്ഥയാണ് ഒരു വ്യക്തിക്ക് ഹാർഡ് വർക്ക് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ ഏകദേശം ഈ 7 വർഷവും എനിക്ക് തോന്നുന്നു 14 മണിക്കൂറോളം ഇതിനു വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഉറങ്ങാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ശക്തമായ ലക്ഷ്യബോധം എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് പിന്നെയും എനിക്ക് ഒരു വിശ്രമം ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു. ഈ 7 വർഷം ഈ ഉറക്കം പോലും ഇല്ലാതെ ഇതിനു വേണ്ടി വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7 വർഷത്തെ ആ ഒരു ജീവിതം എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എങ്ങനെയായിരുന്നു കാര്യം? ധ്യാനം, അങ്ങനെ ഒരുപാട് പ്രൊസീജിയർ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. മെഡിറ്റേഷൻ, അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ ഒരു 7 വർഷം? അതായത് 4 മണിക്കൂറാണ് ഉറങ്ങാൻ വേണ്ടി ഞാൻ സമയം ചെലവഴിച്ചത്. പിന്നീട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ ശേഷം 1 മണിക്കൂറോളം ഈ മെഡിറ്റേഷൻസ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഏകാഗ്രതയ്ക്ക് ഏറ്റവും പ്രാധാന്യം വേണ്ടത്. ഇപ്പോൾ ഏകാഗ്രത കിട്ടുന്നതിന് മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. 7 തരത്തിലുള്ള മെഡിറ്റേഷനാണ് ഉള്ളത്. അതിൽ ഓരോ മെഡിറ്റേഷനും 3 മാസം ആണ് ചെയ്യുന്നത്. ആദ്യത്തെ മെഡിറ്റേഷനിലൂടെ ചെറിയ ഓർമ്മകൾ, അതായത് ചെറിയ കാര്യങ്ങളുടെ ഓർമ്മകളും, ഓരോ പ്രൊസീജിയർ കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ ഏകാഗ്രത ഉണ്ടാവുകയും 7ാമത്തെ മെഡിറ്റേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായും ആൾ മാറിയിരിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത്. ശ്രീബുദ്ധൻ്റെ മെഡിറ്റേഷനിലാണ് ഇതിൽ ഞാൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ ഏകദേശം 14 മണിക്കൂറോളം ഞാൻ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് പലപ്പോഴും പല ചെറിയ ഒരു ഫംഗ്ഷന് പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഥവാ അങ്ങനെ ഏതെങ്കിലും അറ്റൻഡ് ചെയ്താൽ തന്നെ ഉച്ചയ്ക്ക് ഒരു മാരേജ് ഫംഗ്ഷന് 1 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നൈറ്റിൽ അത് 1 മണിക്കൂർ ഉറങ്ങാതെ 3 മണിക്കൂർ ഉറങ്ങി ഞാനത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ യുവതലമുറയിൽപ്പെട്ടവരെ നമുക്ക് ഡിസ്ട്രാക്ഷനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമ പോയി കാണുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുക, പിന്നെയും ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോവുക. പിന്നെ അടുത്തൊരു വലിയ പ്രശ്നമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ, TV, സിനിമ, പുസ്തകം ഇവയൊക്കെ ഒഴിവാക്കിയെങ്കിൽ അതെങ്ങനെയാണ് ഒഴിവാക്കിയത്?
ഇതിന് എനിക്ക് നല്ലൊരു മറുപടി ഉള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വീട്ടിൽ നിന്ന് മഹാഭാരതവും രാമായണമൊക്കെ എൻ്റെ അച്ഛൻ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പറയുകയാണ്, മഹാഭാരതത്തിലെ വാക്കുകൾ. നിങ്ങൾ ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മഹാനായി തീരണമെങ്കിൽ നിങ്ങൾ 6 കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ അമിത ഉറക്കാണ്. രണ്ടാമത്തേത് ലക്ഷ്യബോധമില്ലായ്മ, മൂന്നാമത്തെ ക്രോധം, നാലാമത്തെ അലസത, അഞ്ചാമത്തെ ആലസ്യം, ആറാമത് പ്രതികാര മനോഭാവമില്ലായ്മ. ഇത് എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ പാഷനേറ്റ് ആയിരുന്നു. അതായത് ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നതിന് വേണ്ടി എത്രമാത്രം എനിക്ക് പോകാൻ കഴിയുമോ അത്രമാത്രം ഞാൻ അതിനുവേണ്ടി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ വളരെയധികം പല മഹാന്മാരിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ അത് ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റെടുത്തു. ഞാൻ ഇപ്പോഴും ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഞാൻ പറയാനുള്ളത് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളിലും പല പല കഴിവുകളും ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കഴിവുകൾ കണ്ടെത്തുകയും അത് നാടിൻ്റെ നന്മയായി മാറ്റുകയും ചെയ്യാൻ കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും പ്രജേഷ് പറഞ്ഞില്ല ഈ കുറേ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ. കാര്യം ഈ ഒരു 7 വർഷക്കാലം എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കും എന്നെപ്പോലെ തന്നെ ഒരു പ്രേക്ഷകർക്കും ഒരു ആകാംക്ഷ കാണും. അപ്പോൾ ഒഴിവാക്കിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഒഴിവാക്കിയത്? ഇപ്പോൾ ആ സമയത്ത് സിനിമയൊക്കെ കാണുമായിരുന്നോ? ഒരു ഫംഗ്ഷന് പോലും ഞാൻ സിനിമ പോലും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ പലപ്പോഴും ഒരാഴ്ചയിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമാണ്, സൺഡേ മാത്രമാണ് ഞാൻ ഒരു ഫോൺ പോലും ഉപയോഗിക്കുക. എല്ലാവർക്കും അങ്ങോട്ട് വിളിച്ച ശേഷം ഫോൺ പോലും ഉപയോഗിച്ചത്. പിന്നീട് മറ്റ് പല കാര്യങ്ങളും, പല ഫങ്ഷൻസും എനിക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. പല ബന്ധങ്ങളും എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. കാരണം പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിനെ കൊണ്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ഗിന്നസ് റെക്കോർഡ്. അപ്പോൾ അത് നേടുന്നതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളത് എനിക്കൊരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു, എന്നാണ് ഇത്തരത്തിലൊരു സ്വപ്നം മനസ്സിൽ കയറുന്നത്? ഞാൻ ആദ്യമായിട്ട് എല്ലാവർക്കും നമുക്കറിയാം, എല്ലാവരും നോട്ട്ബുക്കുകൾ വാങ്ങാറുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന നോട്ട്ബുക്കിൽ ആദ്യം എനിക്ക് എന്നോട് എഴുതാൻ പറഞ്ഞത് സ്വപ്നങ്ങളായിരുന്നു, ഡ്രീംസ്. എൻ്റെ സ്വപ്നങ്ങൾ ഷോർട്ട് ടേം ലോങ് ടേം ഗോൾസും അതിലെഴുതി വച്ച ശേഷം ഏതൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യേണ്ടത്, എത്ര സമയമെടുത്തിട്ടാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അതിൽ എഴുതി വെക്കുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ +1 +2 പഠിക്കുന്ന സമയത്തായിരുന്നു ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെയുള്ളത്. അപ്പോൾ ഞാൻ SSLC കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു ജോലിക്ക് കയറുകയും പിന്നീട് ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു 3 വർഷത്തെ എക്സാമിൽ 2 വർഷം എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. BCom ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോഴത് 3-ാമത്തെ വർഷം 24ഓളം പേപ്പർ ഒരുമിച്ച് എഴുതുകയും അതിൽ വളരെ നല്ല സ്കോർ ഉണ്ടാക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞത്, എക്സാം എഴുതി അപ്പോൾ പ്രത്യേകിച്ചൊരു കഴിവുകളുണ്ട്, അത് മനസ്സിലാക്കണമെന്ന് പറയുകയും പിന്നീട് റെക്കോർഡുകൾ ഞാൻ നോക്കുകയും നിലവിലെ റെക്കോർഡ് 200 പേരുകൾ ഓർമ്മിക്കുന്നതിൽ ഉള്ള റെക്കോർഡാണ്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 100ഓളം പേരുകൾ ഒറ്റത്തവണ തന്നെ എനിക്ക് അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും പേരുകൾ പറയാൻ കഴിഞ്ഞു. പിന്നീട് അത് ഞാൻ പടിപടിയായി വളർത്തിയെടുത്തു. പിന്നെ എനിക്കത് ലക്ഷ്യം നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം മാത്രമാണ്. കോളേജ് കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി സ്കൂളിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ സ്കൂൾ ഡേയ്സിലൊക്കെ എങ്ങനെയായിരുന്നു? ഈ പഠനത്തിലുമൊക്കെ എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ പഠിക്കാൻ നേരത്ത് ക്ലാസ്സിൽ നല്ല മാർക്ക് ആ സമയം തൊട്ട് തന്നെ കിട്ടുമായിരുന്നു. അപ്പം കൂട്ടുകാരുടെ ഇടയിലുള്ള പ്രതികരണവും സ്കൂളിലെ സ്കൂൾ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാമോ? ആദ്യം ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് അന്നൂർ UP സ്കൂളിലാണ്. പിന്നീട് 10th വരെ ബോയ്സ് ഹൈസ്കൂൾ പയ്യന്നൂരിലായിരുന്നു പഠിച്ചത്. സാധാരണ മലയാളം സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മാത്രമേ നമ്മുടെ പല സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ അത് തികച്ചും തെറ്റാണ്. കാരണം ഞാൻ മലയാള സ്കൂളിൽ അന്നൂർ UP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സാധാരണ ഒരു വിദ്യാർത്ഥിയെ പോലെ തന്നെയായിരുന്നു ഞാനും.
പക്ഷേ പലപ്പോഴും ഞാൻ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ പുസ്തകങ്ങൾ എഴുതേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത് എപ്പോഴും വൈകുന്നേരം പോയാൽ രാവിലെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്തെടുക്കാറുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോഴും ഞാനത് തുടർന്ന് പോകുന്ന ഒരു കാര്യം തന്നെ. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയിലുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചാണ് ഞാൻ കിടക്കാൻ പോകുന്നത് തന്നെ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം നോട്ട്സ് അങ്ങനെ എഴുതിയെടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു പഠിക്കുന്ന കാര്യം വിദ്യാർത്ഥികളും രാവിലെ ഈ പരിപാടി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അവർക്ക് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളോട് അപ്പം എങ്ങനെ ഈ പ്രജീഷിൻ്റെ ഈ ഒരു ലൈഫ് മറ്റുള്ളവരിലേക്ക് അതെങ്ങനെ അവർക്കും അവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നത്, അതിനുള്ള രീതിയിൽ ടിപ്സോ അതല്ലെങ്കിൽ ആ പഠിക്കുന്ന ആ ഒരു ശൈലി പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ ഇപ്പോൾ? ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് വൈലോപ്പിള്ളിയുടെ പ്രശസ്ത വരികളാണ്. ഹന്തശീലം പോലൊരു ബന്ധനമുണ്ടോ ലോകത്തിൽ എന്നാണ് പറയുന്നത്. ഈ വിദ്യാർത്ഥികളെല്ലാം ഒരേപോലെയാണ് നീങ്ങുന്നത്. അതായത് ഇപ്പോൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരു ശീലം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ശീലങ്ങളും അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. പല ഫങ്ഷൻസ് നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. അതായത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലക്ഷ്യം നേടുക എന്നാണ്. അപ്പോൾ ഞാനൊക്കെ അതിൽ വളരെയധികം പാഷനേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നിയമങ്ങളും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. കൂടാതെ നമ്മൾക്കറിയാം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട ഒരു ക്വാട്ട്സ് ഉണ്ടായിരുന്നു. വി ആർ ബോൺ വിത്തൗട്ട് എനിത്തിങ് ബട്ട് വി ഡൈ വിത്ത് അവർ നെയിം, സോ ദ നെയിം മസ്റ്റ് നോട്ട് ബി എ വേർഡ്, ഇറ്റ് മസ്റ്റ് ബി എ ഹിസ്റ്ററി എന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ലാണ് ജനിക്കുന്നതെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ കൂടെ എല്ലാം ഓരോ പേരുകളുണ്ട്. പ്രിജേഷ് എന്നോ അല്ല അന്നപൂർണ എന്നോ അങ്ങനെ മറ്റു പല പേരുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരുകളൊന്നും ഒരു വാക്കായി മാത്രം മാറ്റാൻ പാടില്ല, അതൊരു ചരിത്രമായി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വേർഡ് എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഒരു ചരിത്രമായി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും അത് നല്ലൊരു സന്ദേശം തന്നെയാണ്. അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം പഠിക്കുന്നതിനൊക്കെ തന്നെ പല രീതിയിൽ നമ്മൾ പല ആൾക്കാർ, ഇപ്പോൾ ഞാൻ തന്നെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ കോഡ് ഉണ്ടാക്കുക, ഇപ്പോൾ നമ്മളിപ്പോൾ വിബ്ജിയോർ എന്ന് പറയുന്നത്, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ചെറിയ വാക്കുകളായോ കോഡുകളായോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മളുടേതായ ഒരു ശൈലി കൊണ്ടുവന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രജേഷിന് ഇപ്പം എന്താണ് പറയാനുള്ളത്? പ്രജേഷിൻ്റെ ആ ഒരു പഠന ശൈലി എങ്ങനെയായിരുന്നു? അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പേര് ചരിത്രമാക്കി മാറ്റണം, ഒരു പേരാക്കി തന്നെ നിർത്തരുതെന്നുള്ള ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഇതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും? അതായത് ഇതിൽ 2 രീതിയാണുള്ളത്. ഒന്ന് നമ്മുടെ മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ പോകുന്നത്. അതിൽ പ്രധാനമായും കോൺസെൻട്രേഷൻ ലെവൽ വെരി ഹയർ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. രണ്ടാമത്തേത് കോഡിംഗ് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. കോഡിംഗ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ചാപ്റ്റർ 15 പേജിലുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 300 ക്വസ്റ്റ്യൻസ് PSC ക്വസ്റ്റ്യൻ എങ്ങനെയാണ് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ കഴിയുക. ഈ 2 കാര്യങ്ങളും കോഡിംഗ് മെത്തേഡിലൂടെയാണ് പഠിക്കുന്നത്. അതായത് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു ചാപ്റ്ററിലെ എല്ലാ മെയിൻ പോയിൻറ്റ്സും വളരെ ചെറുതായി മാറ്റുകയും ഈ പോയിൻറ്റ്സിനെ നമ്മൾ ഇഷ്ടമുള്ള ഒരു ഇമാജിനേഷനിലൂടെ ഇഷ്ടമുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവരികയും നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഈ കോഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കോഡിംഗ് മെത്തേഡ് പഠിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഒരു 18 മണിക്കൂറോളം ആവശ്യമുണ്ട് ഇതിൻ്റെ കോഡ് ചെയ്യുന്നത് പഠിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഞാൻ ഏകദേശം ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇതൊക്കെ കോഡിംഗ് മെത്തേഡ്, പിന്നെ ആപ്പ് മെത്തേഡ്, കുറേ മെത്തേഡ്സ്, ടെക്നിക്സ് പെട്ടെന്ന് പഠിക്കുന്നതിന് വിദ്യാർത്ഥികളെ വളരെയധികം സഹായിക്കും. നേരത്തെ നമ്മൾ മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു, ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അമിതമായ ഉറക്കം വളരെ വലിയൊരു പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഈ പല ഡോക്ടേഴ്സും പറയുന്നത് കുറവും അതും ഒരു വലിയ ഒരു കുഴപ്പം തന്നെയാണെന്നാണ്. അപ്പം 4 മണിക്കൂറൊക്കെ ഉറങ്ങുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ അത് ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ കുറച്ച് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യവും അതോടൊപ്പം തന്നെ ഭക്ഷണം, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത്? അപ്പോൾ ഉറക്കത്തെയും ഭക്ഷണത്തെക്കുറിച്ച് പറയാമോ?
ഇതിൽ എനിക്ക് പറയാനുള്ളത്, പല IIM സ്റ്റുഡൻസും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പല വിദ്യാർത്ഥികളും എനിക്ക് പരിചയക്കാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ ഉറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു പാഷനേറ്റ് ആയിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ഉറങ്ങണമെന്ന് 8 മണിക്കൂർ ഉറങ്ങാൻ ചിന്തിച്ച് നമ്മൾ ബെഡിലേക്ക് പോവുകയാണെങ്കിലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം ഉറക്കം എന്നെ അനുവദിക്കുന്നില്ല. കാരണം ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ലക്ഷ്യം അത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു പാഷനേറ്റ് ആയിട്ട് അതിൽ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്ന് തോന്നുന്നു, പ്രശസ്ത മ്യൂസീഷ്യൻ ബീത്തോവൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് പല ആൾക്കാർ, ആരാധകർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയും ലോകപ്രശസ്തനായ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു ലേഡി അദ്ദേഹത്തിന് എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അത് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു വ്യക്തിയാണ്. കാരണം ലോകത്തിൽ മറ്റൊരാൾക്കും കൊടുക്കാത്ത ഒരു ഗിഫ്റ്റാണല്ലോ ദൈവം നിങ്ങൾക്ക് തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുടനെ തന്നെ മറുപടി അദ്ദേഹം കൊടുക്കുന്നത്, മാഡം നിങ്ങൾ 41 വർഷം 11 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടിയതിനേക്കാളും വലിയൊരു ഗിഫ്റ്റായിരിക്കും ദൈവം നിങ്ങൾക്ക് തരുക എന്നാണ് അതിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കാണ്. ഇപ്പോൾ ഓരോ മഹാന്മാരിലും വളരെയധികം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടാണെങ്കിൽ നമുക്ക് ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ലക്ഷ്യബോധത്തിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഒരു ലക്ഷ്യം വയ്ക്കുകയും അത് നേടുന്നതിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പല മൊമെൻറ്റ്സും വളരെയധികം എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഇതിനൊക്കെ ഏറ്റവും ബേസ് ആയിട്ടുള്ള നമ്മുടെ ആ സ്വപ്നത്തിൻ്റെ കാഠിന്യം തന്നെയാണ്. ഭക്ഷണകാര്യത്തിനെ കുറിച്ച് പറഞ്ഞില്ല. പിന്നെ വിദ്യാർത്ഥികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ചോദിച്ചാൽ, ഓക്കെ, അതായത് ഭക്ഷണകാര്യത്തിൻ്റെ കൊണ്ട് ഞാൻ പറയുന്നത് അത് പറഞ്ഞാൽ, അതായത് വെജിറ്റേറിയൻ ഫുഡ് പ്രിഫർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ ഐറ്റംസ്, നട്ട്സ് രീതിയിലുള്ള ഐറ്റംസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നല്ലൊരു ജീവിതചര്യ നമ്മൾ കൊണ്ടുവരണം. ആയുർവേദിക് ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് തന്നെ പറയാനുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. എന്തൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത്, ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് പറയുകയാണെങ്കിൽ. പ്രജേഷിന് ഇത്ര വലിയൊരു കഴിവ് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഴിവിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പം ചാരിറ്റി ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അതുപോലെ തന്നെ ഈ ഒരു കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഏത് തരത്തിൽ ഉപയോഗിക്കാനാണ് പ്രജേഷ് ആഗ്രഹിക്കുന്നത്? അതായത് നമ്മൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നോ അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് ദൈവം തരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ, ഈ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കണ്ണടച്ച ശേഷം എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 5 വ്യക്തികളെ ധ്യാനിച്ച ശേഷം അല്ലെങ്കിൽ കാൽ തൊട്ട് വന്ദിച്ച ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും. അതായത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ, ഞാൻ ആദ്യമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് MBAക്ക് പഠിക്കുമ്പോഴായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ അശരണരായ വ്യക്തികൾക്ക് ഭക്ഷണം നൽകുന്നതിനും പിന്നെ ഇതേപോലെ തന്നെ ബിലോ പോവർട്ടി ലൈനിൽ വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും ഈ 20,000-30,000 രൂപ കൊടുത്ത് വലിയൊരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിയ ശേഷം ഞാൻ തന്നെ മുൻകൈ എടുത്ത് ആൽഫ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അക്കാദമി തുടങ്ങുകയും ഇതിലൂടെ ഏകദേശം എനിക്ക് തോന്നുന്നു 2000-ലധികം വിദ്യാർത്ഥികൾക്ക് എനിക്ക് സൗജന്യമായി ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആണ് എനിക്ക് പല നേട്ടങ്ങളും ദൈവം എനിക്ക് ഇങ്ങോട്ട് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പല ശ്രീനാരായണ വിദ്യാലയം, അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാനിപ്പോൾ ക്ലാസ് എടുക്കാറുണ്ട്. 5 പേരെ മനസ്സിലോർത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞു. ആരൊക്കെയാണ് 5 പേര് ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള 5 വ്യക്തികൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ? പ്രധാനപ്പെട്ട വ്യക്തികൾ അച്ഛൻ, അമ്മ, പിന്നീട് എൻ്റെ റോൾ മോഡൽസായ 3 ആൾക്കാരുണ്ട്. ഗാന്ധിജി, എബ്രാഹിം ലിങ്കൻ, അബ്ദുൽ കലാം. ഈ 3 ആൾക്കാരെയും ബന്ധിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ വ്യക്തികളല്ലാതെ മറ്റേതെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തെ
അതായത് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സഖാവ് പിണറായി വിജയൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പയ്യന്നൂർ ശ്രീ ടി ഗോവിന്ദൻ അനുസ്മരണത്തിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരവും. അദ്ദേഹം അവിടെ പ്രസംഗത്തിൻ്റെ ആദ്യ വാക്ക് ഞാനിവിടെ എടുത്തു പറയുകയാണ്. അതായത് ശങ്കരാചാര്യൻ്റെ ജീവിതത്തിലൊരു ഓർമ്മയെക്കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. അതായത് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കേൾക്കുകയും ഒരാൾ കവിത കേൾപ്പിക്കുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യനെ കാണുകയും, പക്ഷേ അദ്ദേഹം പറയുന്നു, അതായത് എൻ്റെ കയ്യിൽ നിന്ന് ആ കവിത നഷ്ടപ്പെട്ടു, അന്ന് നിങ്ങൾക്ക് ചൊല്ലിത്തന്ന കവിത നഷ്ടപ്പെട്ടു എന്ന് പറയുകയും ഉടൻ തന്നെ ശങ്കരാചാര്യർ ആ കവിത അതേപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തെ കേൾപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിണറായി സഖാവ് പറഞ്ഞത്, അന്ന് എനിക്കിപ്പം വിശ്വാസം വന്നു പ്രിജേഷിലൂടെ ആ സംഭവം എത്രമാത്രം സത്യമാണ് എന്നുള്ളതെന്ന്. അപ്പോൾ വളരെയധികം എന്നെ ഒരു മോട്ടിവേറ്റ് ചെയ്ത വാക്കുകളായിട്ട് ഞാൻ കരുതുന്നത്. പിന്നീട് ഞാൻ നരേന്ദ്രമോദിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏകദേശം സാധാരണ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഒരു 20 മിനിറ്റോളം ഒരാളോട് സംസാരിക്കാൻ വലിയ കാര്യങ്ങളിൽ മാത്രമേ കഴിയുമായിരുന്നു. പക്ഷേ എനിക്ക് 20 മിനിറ്റോളം എന്നോട് സംസാരിക്കുകയും പിന്നീട് വിധാൻസഭയിൽ ഏകദേശം 15 മിനിറ്റോളം അവിടെ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല വ്യക്തികളും, ഇപ്പം മൻമോഹൻ സിംഗ് ആണെങ്കിൽ എന്നോട് പുതിയ ലക്ഷ്യങ്ങൾ നേടണമെന്ന് എനിക്ക് ആശംസിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും പല രീതിയിലുള്ള മോട്ടിവേഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭാവിയിൽ പുതിയ റെക്കോർഡുകൾ പ്ലാൻ ചെയ്യാനും ഞാൻ തയ്യാറായിട്ടുള്ളത്. എന്തൊക്കെ റെക്കോർഡാണ് അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്? ഇനി എന്തൊക്കെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതിയ ഗിന്നസ് റെക്കോർഡ് എന്ന് വെച്ചാൽ നിലവിലുള്ള 470 വേർഡ്സ് എന്നുള്ളത് 1200 ആക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് മെമ്മറൈസ് ചെയ്യുന്ന ഒരു റെക്കോർഡുണ്ട്. അതായത് 45 ഡേറ്റ് ഓഫ് ബർത്ത് മെമ്മറൈസ് ചെയ്യുന്നത്, കണ്ണുകൾ കെട്ടിയ ശേഷം 45 ഡേറ്റ് ഓഫ് ബർത്ത് ഓർഡറിൽ വായിച്ചു തരികയും ഉടൻ തന്നെ അത് അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും പറയുന്ന ഒരു റെക്കോർഡാണ് നിലവിലുള്ളത്. ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ശേഷം അത് 200 ആക്കാനുള്ള പ്ലാനും എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ നടക്കും. അതിൻ്റെ ഹാർഡ് വർക്ക് അത്യാവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഭാവിയിൽ ഇപ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങൾ, ഈ 2 റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങൾ പറഞ്ഞു. അതല്ലാതെ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം? അതായത് ഒരു IAS നേടുക എന്നുള്ളത് എൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ അവരുടെ വാക്കുകൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ഒരു IASന് ഞാൻ IAS ചെയ്യണമെന്നുണ്ട് ഈ വർഷം തന്നെ. പിന്നെ കൂടാതെ സമൂഹത്തിന് വേണ്ടി നമ്മളുടെ കഴിവുകൾ, ഇപ്പോൾ എനിക്കൊരു കഴിവുകൾ കിട്ടിയത് എൻ്റെ കയ്യിൽ മാത്രം വയ്ക്കാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിന് ഇതുകൊണ്ട് നേട്ടങ്ങൾ, അവർക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇത് ഏതെങ്കിലും രീതിയിൽ ഉപകാരമാവുമെങ്കിൽ അവർക്ക് ട്രെയിനിങ് നൽകുക, പിന്നെ അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക, അങ്ങനെ കുറേ പ്ലാൻസുകളുണ്ട്. പിന്നെ ഗവൺമെൻറ്റുമായി ടൈപ്പ് ആക്കിയ ശേഷം ഗവൺമെൻറ് പ്രൊജക്ട്സ്, വിദ്യാർത്ഥികൾക്കുള്ള ഗവൺമെൻറ് പ്രൊജക്ട്സിലും എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. പിന്നെ കുറേ പുതിയ സ്വപ്നങ്ങളും. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയതിനു ശേഷമാണ് ഗിന്നസിലേക്ക് പോയത്. അപ്പം ഇത് രണ്ടും അല്ലാതെ മറ്റ് പുരസ്കാരങ്ങൾ ലഭിച്ച അഭിനന്ദനങ്ങളെ പറ്റി പറഞ്ഞു. ഇനി പുരസ്കാരങ്ങൾ മറ്റ് ലഭിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ആദ്യം തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റെക്കോർഡാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്. അതിൽ ഓർമ്മശക്തിയിൽ എനിക്കത് ആദ്യം തന്നെ കിട്ടി. പിന്നീട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2014 ഗിന്നസ് ബുക്കിലാണ് എൻ്റെ പേര് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഇന്ത്യ പ്രൗഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളും എൻ്റെ സ്കില്ലും പരിഗണിച്ചിട്ടായത് തോന്നുന്നു എനിക്ക് കേരള യൂത്ത് അവാർഡിൻ്റെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കുറേ അനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജില്ലാ ലെവലിലും മറ്റൊക്കെ. അതിലൊക്കെ ഞാൻ ദൈവത്തിനോടും എൻ്റെ പയ്യന്നൂരിനോടും കേരളത്തോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് പേരെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും ഈ ഒരു കാലയളവിനിടയ്ക്ക്. അപ്പോൾ ഓർമ്മശക്തി കൊണ്ട് ഞെട്ടിക്കുകയും അവരെ അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും 1-2 സംഭവം ഇപ്പോൾ പറയാൻ പറ്റുമോ?
അതായത് ഞാൻ ഒന്നാം തരത്തിൽ പഠിക്കുമ്പോൾ അന്നൂർ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു സ്റ്റാൻഡേർഡിലെ ഒരു വിദ്യാർത്ഥിയെ ഞാനിപ്പോൾ ഇന്നലെ വൈകുന്നേരം കാണുകയുണ്ടായിരുന്നു. അപ്പോൾ വളരെ അവിചാരിതമായി കണ്ട് ഞാൻ പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിലൂടെ പറഞ്ഞാൽ പലപ്പോഴും പല ഫംഗ്ഷനിൽ വെച്ചിട്ടും എല്ലാവരെയും പേരും അവരുടെ എവിടെയാണ് കണ്ടത് എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് അനുഭവമായിട്ട്. ഇതുപോലെ പ്രിജേഷിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ അയ്യോ അത് മറന്നുപോയോ എന്ന് ചോദിക്കുന്ന രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് നമുക്കറിയാം എൻ്റെ ഈ കാര്യം പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ഓർഡർ വൈസ് എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും എനിക്കത് തിരിച്ച് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ MBA പഠിക്കുമ്പോഴും ഞാനൊരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആൽഫ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് അക്കാദമി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പക്ഷേ എനിക്ക് എന്താണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, മറ്റൊരാൾ നടത്തുന്ന സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പെന്നോ പേപ്പറോ എടുക്കാൻ പാടില്ല ഈ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന ശേഷം എല്ലാ ട്രെയിനിങ് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുകയും അതിലൂടെയാണ് ഞാൻ ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആരംഭ പ്രവർത്തനം നടത്തുകയും ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്? എന്തൊക്കെയാണ് ഓർത്ത് വെച്ച് കാര്യം നമ്മളെല്ലാം ജീവിതത്തിലെ പ്രയോറിറ്റീസിനെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് ഓർത്ത് വെക്കാറുള്ളത്? പ്രധാനമായും എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയവും ഞാൻ കൊടുക്കുന്നത്. ഒരു ദിവസത്തിലെ ഇത്ര സമയം എനിക്ക് ഇപ്പോൾ റെക്കോർഡിന് വേണ്ടിയുള്ള പ്രാക്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ IASന് വേണ്ടിയിട്ടായിരിക്കാം, അതിന് വേണ്ടിയാണ് കൂടുതൽ സമയം ഞാൻ ചിലവഴിക്കുന്നത്. പിന്നെ ഈ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ റെക്കോർഡ് കിട്ടിയതിന് ശേഷം പിന്നെയും ഞാനിപ്പോൾ ന്യൂസ് ചാനലും മറ്റൊക്കെ കാണാറുണ്ട്. പിന്നെ കൂടുതൽ സൊസൈറ്റിയിൽ ഇറങ്ങി പോകാറുണ്ട്, പല ക്ലബ്ബുകളിലും പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല യങ്ങസ്റ്റേഴ്സിൽ പലരും ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ കാണുന്നത് അവർ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലേണ്ട ആവശ്യം തന്നെയുണ്ട്. കൂടാതെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മദ്യപാനത്തിലേക്കും പിന്നെ മറ്റ് പല മേഖലയിലേക്കും തിരിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ വളരെയധികം ഓർമ്മശക്തിയെ എഫക്റ്റ് ചെയ്യുകയും അത് നമ്മുടെ ഓർമ്മശക്തിയെ കൊല്ലുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ദുശീലങ്ങളും ഒഴിവാക്കിയിട്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ. പ്രിജേഷിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്? ഒരു ദിനചര്യ? കാര്യം 4 മണിക്കൂറേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട് അത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം, പ്രിജേഷിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്? 4 മണിക്ക് മുതൽ 5 മണി വരെയാണ് എൻ്റെ മെഡിറ്റേഷൻ സമയമുള്ളത്. പിന്നീട് ഞാൻ പലതരത്തിലുള്ള നമ്മുടെ പഠനകാര്യങ്ങളിലേക്ക് തിരിക്കും. പിന്നെ 8 മണിയോടുകൂടി എൻ്റെ ആദ്യത്തെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് എൻ്റെ ജോലിയിലേക്ക്, ഇപ്പോൾ പഠനത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം മലബാർ ഗ്രൂപ്പിൽ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ജോബ് ആണെങ്കിൽ ജോബ്, ഈവനിങ്ങിലാണ് പിന്നെ എൻ്റെ കൂടുതൽ സമയം. ഏകദേശം നൈറ്റിൽ 1 മണിയോളം ഞാൻ എൻ്റെ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പുതിയ റെക്കോർഡിന് വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉറക്കം ഒരു പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ത്യജിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ഫങ്ഷൻസുകളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായി ഒരുപാട് കാര്യങ്ങൾ പ്രജേഷ് ഇപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ മുതിർന്നവരിൽ സാധാരണയായി എല്ലാവരിലും കാണുന്ന ഒരു കാര്യമാണ് മറവി. ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ ഇപ്പം പല കാര്യങ്ങളും നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും? അപ്പം മുതിർന്ന ആൾക്കാരോടായിട്ട് എന്താണ്
പറയാനുള്ളത്? കാര്യം പലപ്പോഴും പേര് മറന്നു പോവുക, ആൾക്കാരെ മറന്നു പോവുക, അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യണം എന്ന് ഒരു കാര്യം ഓർത്ത് ഇറങ്ങുന്നു, പക്ഷെ ആ കാര്യം മറന്നു പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം നേരിടുന്നവരോട് എന്താണ് പറയാനുള്ളത് പ്രജേഷിന്? അതായത് ഇപ്പം ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതിൽ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എൻ്റെ ക്ലാസ്സിലുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഓർമ്മശക്തി എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്ത് വരാം, നിലനിർത്തി വരാൻ കഴിയും. അത് പല രീതിയിലൂടെയാണ്. കാരണം 1 മണിക്കൂർ രാവിലെ അവർക്ക് മെഡിറ്റേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. പിന്നെ നൈറ്റിൽ എല്ലാ കാര്യം രാവിലെ മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാം. പിന്നെ കുറേ മെത്തേഡുകൾ, അതായത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ എല്ലാവർക്കും വലത് കൈയും ഇടത് കൈയും ഒരേപോലെ ശക്തിയുള്ളതായിരിക്കില്ല. അപ്പോൾ തലയുടെ ഇടത് ഭാഗം വലത് ഭാഗത്തെയും അങ്ങനെയാണ് അത് നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അത് ഡോക്ടേഴ്സ് പറയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നത് പല്ല് തേക്കുകയാണെങ്കിലോ അല്ല മറ്റു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ അത് വലത് കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഫോൺ പിക്ക് ചെയ്യുന്നതിനും മറ്റുമായിട്ട് നമുക്ക് ഇടത് കൈ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്യേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. പിന്നെ ഈ മെഡിറ്റേഷൻ എന്നുള്ളത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആയുധമാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും. 7 തരത്തിലുള്ള മെഡിറ്റേഷനാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു മെഡിറ്റേഷൻ 4 മാസമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 4 മാസം കഴിഞ്ഞ ആൾക്കാർ തന്നെ അതിൻ്റെ റിസൾട്ട് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. ഞാൻ ഞാൻ പറയാമല്ലോ, ഏകദേശം 6-7 വർഷത്തിലധികം ഞാൻ ഇത് ചെയ്തിട്ടില്ല. എന്താണ് പ്രജേഷിന് നമുക്ക് പ്രേക്ഷകരോട് കൊടുക്കാനുള്ള ഒരു സന്ദേശം? സന്ദേശം ഇപ്പോൾ കാണുന്ന ഓരോ വ്യക്തികളിലും അനേകം കഴിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ ഒരു വ്യക്തിക്ക് ഏകദേശം 10 ലക്ഷം GB മുകളിലാണ് മെമ്മറി പവർ എന്നാണ് പറയുന്നത്. അതിൽ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് 40 ഭാഷകൾ പഠിക്കാനുള്ള കഴിവുണ്ട് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ 6 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദമെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു എൻസൈക്ലോപീഡിയ കംപ്ലീറ്റ് പഠിക്കുന്നതിനുള്ള ഓർമ്മശക്തി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഒന്നിനും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതെൻ്റെ നാടാണ്, ഇത് വീടാണ്, ഇതെൻ്റെ അമ്മയാണ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് കൂടുതലായി മെമ്മറി. പിന്നെ കുറച്ച് പഠനത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഓർമ്മശക്തി പരമാവധി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അതിലൂടെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തണം. കഴിവുകൾ ഉയർത്തി കേരളത്തിൻ്റെ പേരിൽ ലോകത്തിൻ്റെ നിറയിൽ എത്തിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ ഓരോ വിദ്യാർത്ഥിയോടും ഓരോ പ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വളരെ നന്ദി പ്രജേഷ്, ഈ പ്രഭാതത്തിൽ വന്ന് പ്രജേഷിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതിനും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്കും സ്വീകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. ഓക്കെ, വളരെ നന്ദി. കൈരളി പീപ്പിളിനോട് വളരെ നന്ദിയുണ്ട്. ഇനിയും എനിക്ക് കുറേ യാത്രകൾ ചെയ്യുവാനുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രേരണയും ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, വളരെ നന്ദി. തീർച്ചയായും പ്രജേഷിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇനിയും ഭേദിക്കാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡുകളെല്ലാം ഉടനെ തന്നെ ഭേദിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.